ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് വീടുകളിലൊക്കെ ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫോം ഇടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ള വീടുകളിൽ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കഫോൾഡിങ്, ലാഡർ, അതേപോലെ പല പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ടൈൽസ് പൊട്ടിച്ചിക്കാതെ നമുക്ക് ഈ വർക്കുകൾ ചെയ്യാനും പറ്റില്ല. എന്നാൽ അപ്പോൾ ടൈൽസ് ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫോം, നമുക്ക് ഇതേപോലത്തെ ഫോം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് അടിയിൽ വരുന്നത് ഒരു സ്പോഞ്ച് പോലത്തെ, മുകളിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടൈൽസിൽ ഇപ്പോൾ കോസ്റ്റ്ലിയുള്ള ടൈൽസൊക്കെ എടുത്തിട്ട് നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം വലിയ വീടൊക്കെ ആണെങ്കിൽ കോസ്റ്റ്ലിയുള്ള ടൈലായിരിക്കും. അങ്ങനെ സമയങ്ങളിൽ നമുക്ക് ഇതേപോലത്തെ ഫോമിൻ്റെ ഒരു എക്സ്പെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു ഇതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി കോസ്റ്റ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അടുത്ത സൈറ്റിലേക്ക് വേണമെങ്കിൽ കൊടുക്കാനും പറ്റുന്നതാണോ. അപ്പോൾ നമ്മൾ നേരത്തെ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിതിനെ ഡീറ്റെയിൽസിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മളെ പല പണിക്കാരും പല രീതിയിൽ, ഇപ്പോൾ ഒന്നാമത് ഇന്ത്യയിൽ വർക്ക്, അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക്, അതേപോലെ പ്ലംബിങ്, അതേപോലെ പെയിൻറ്റിങ്, പല വർക്കുകൾ, വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്റ്റെയർകേസിൻ്റെ വർക്കൊക്കെ വരുന്ന. അപ്പോൾ അത് കംപ്ലയിൻറ്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു ഫോം വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം വേണമെങ്കിൽ ചെയ്യാം, അല്ലാത്തവർക്ക് ഇത്ര എക്സ്പെൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.